ശ്രീയിൽ ഒപ്പുവെച്ചതിലുള്ള അതൃപ്തി വിദ്യാഭ്യാസ മന്ത്രിയെ നേരിട്ടറിയിച്ച് CPIയെ അനുനയിപ്പിക്കാൻ MN സ്മാരകത്തിലെത്തിയപ്പോഴാണ് മന്ത്രി V ശിവൻകുട്ടിയോട് ബിനോയ് വിശ്വം വിയോജിപ്പ് അറിയിച്ചത്. കൂടിക്കാഴ്ചയിലെ വിവരങ്ങൾ വെളിപ്പെടുത്തില്ലെന്നും എല്ലാ കാര്യങ്ങളും ശരിയാകുമെന്നും മന്ത്രി V ശിവൻകുട്ടി പറഞ്ഞു. സ്വകാര്യ സംഭാഷണങ്ങളിൽ കാര്യങ്ങൾ തീരില്ലെന്ന് മന്ത്രി GR അനിൽ പ്രതികരിച്ചു. ഞാൻ ബിനോയ് വിശ്വം സഹാബിനെ കാണാൻ വന്നു. GR മന്ത്രി ഉണ്ടായിരുന്നു. ഞങ്ങൾ ചില ഈ PM ശ്രീയിൽ ഒപ്പുവെച്ചുമായിട്ട് ബന്ധപ്പെട്ട ചില വിഷയങ്ങൾ ചർച്ച ചെയ്തു. ആ ചർച്ച ചെയ്ത കാര്യങ്ങൾ വെളിപ്പെടുത്താൻ വേണ്ടി ആഗ്രഹിക്കുന്നില്ല. പോസിറ്റീവാണോ? എല്ലാ പ്രശ്നങ്ങളും തീരും. പരസ്പരം കാര്യങ്ങൾ പറഞ്ഞെന്നല്ലാതെ മറ്റു കാര്യങ്ങളൊന്നുമില്ല. അതൊക്കെ നയപരമായി തീരുമാനിക്കേണ്ട കാര്യങ്ങളാണ്. അത് പാർട്ടി കമ്മിറ്റിയുടെ തീരുമാനത്തിനനുസരിച്ച് തീരുമാനങ്ങൾ എടുക്കും. സ്വാഭാവികമായിട്ടുണ്ടാകുമല്ലോ. പിന്നെ അതിലൊന്നും അങ്ങനെ സ്വകാര്യ സംഭാഷണത്തിൽ തീരുന്ന വിഷയങ്ങളല്ലല്ലോ. സ്വകാര്യ സംഭാഷണമായിരുന്നു, ഒരു ഔദ്യോഗികമായ ഒരു മുഖമില്ലേ? പാർട്ടി ഓഫീസിൽ ഒരാൾ വന്നാൽ കാണാതിരിക്കാൻ പറ്റും? കണ്ടല്ലേ പറ്റൂ. അത് കണ്ടു. നമ്മളെ നിലപാടിൽ മാറ്റം വരണ കാര്യം എന്തെങ്കിലും ഉണ്ടെങ്കിൽ സെക്രട്ടറിയോട് ചോദിക്കും. വിജിൻ വായാന്തോട് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകും. വിജിൻ, മന്ത്രി V ശിവൻകുട്ടിയെ മുൻനിർത്തിക്കൊണ്ട് നടത്തിയ സമവായ നീക്കം, ആദ്യഘട്ട സമവായ ചർച്ച, അത് പരാജയപ്പെടുകയല്ലേ ഉണ്ടായത്? ദിവ്യ, അതായത് മുഖ്യമന്ത്രി ഇന്ന് അർദ്ധരാത്രിയോടുകൂടിയാണ് കൊച്ചിയിൽ എത്താൻ പോകുന്നത്. വിദേശത്താണ് മുഖ്യമന്ത്രി ഉള്ളത്. അതിനുശേഷം ഒരു ചർച്ച എന്നുള്ളതായിരുന്നു നേരത്തെ തീരുമാനിച്ചിരിക്കുന്നത്. മുഖ്യമന്ത്രി തന്നെ നേരിട്ട് ചർച്ച നടത്തട്ടെ എന്ന നിലപാടിലേക്ക് CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഒക്കെ എത്തിയിരുന്നു. അതിനിടയിലാണ് CPI കടുത്ത നിലപാട് വീണ്ടും ആവർത്തിച്ചത്. ഒരു തരത്തിലും തങ്ങൾ PM ശ്രീയിൽ ഒപ്പുവെച്ചതുമായി ബന്ധപ്പെട്ട സർക്കാരിന്റെ, പ്രത്യേകിച്ച് CPMന്റെ തീരുമാനത്തിൽ ഒരു വിട്ടുവീഴ്ചയ്ക്കും തങ്ങൾ തയ്യാറല്ല എന്നുള്ള നിലപാട് CPI ആവർത്തിക്കുകയാണ്, കുറച്ചുകൂടി കടുപ്പിക്കുകയും ചെയ്തു. ആ ഒരു ഘട്ടത്തിലാണ് മന്ത്രി V ശിവൻകുട്ടിയെ തന്നെ നേരിട്ട് MN സ്മാരകത്തിലേക്ക് അയച്ചുകൊണ്ട് CPM ഒരു അനുനയ നീക്കത്തിനുള്ള ഒരു ശ്രമം നടത്തിയത്. പക്ഷേ ദിവ്യ സൂചിപ്പിച്ചതുപോലെ ഇക്കാര്യത്തിൽ ആ അനുനയ നീക്കം അത്ര കണ്ട് ഫലപ്രദമായില്ല എന്നുള്ളത് തന്നെയാണ് പിന്നീട് പുറത്തു വന്ന GRനിൽ നിന്ന് ഒക്കെ അദ്ദേഹത്തിന്റെ വാക്കുകളിൽ നിന്നൊക്കെ വ്യക്തമാകുന്നത്. പക്ഷേ അപ്പോഴും PM ശ്രീയിൽ നിന്ന് ഏതെങ്കിലും തരത്തിൽ പിന്മാറുമോ എന്ന് ചോദിച്ചാൽ CPM ഇപ്പോഴും വ്യക്തമാക്കുന്നത് ഒരു കാരണവശാലും ഒപ്പിട്ട MOയിൽ നിന്ന് പിന്മാറാൻ തയ്യാറല്ല എന്നുള്ളതാണ്. ബോധ്യപ്പെടുത്തുക എന്നാൽ അത് നയം മാറ്റം ഇല്ല എന്നുള്ള കാര്യം ബോധ്യപ്പെടുത്തുക എന്നുള്ളത് തന്നെയാണ് CPM ഇപ്പോഴും ഉദ്ദേശിക്കുന്നത്. അത് ഏത് രീതിയിൽ മുഖ്യമന്ത്രി ഒരുപക്ഷെ CPI നേതാക്കളെ ബോധ്യപ്പെടുത്തും എന്നുള്ളതാണ് ദേശീയ തലത്തിൽ ഉൾപ്പെടെ വലിയ ചർച്ചയാവുകയാണ്. ഇക്കാര്യത്തിൽ CPI ദേശീയ നേതൃത്വം ഉൾപ്പെടെ മുന്നോട്ട് വെക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്, അത് ഈ CPM ഇതുവരെ എടുത്ത ഒരു നിലപാടുകൾക്ക്, പ്രത്യേകിച്ച് ഇടതുപക്ഷം എടുത്ത നിലപാടുകൾക്ക് വിരുദ്ധമായ തീരുമാനമാണ് ഈ മന്ത്രിസഭയുടെ ഭാഗത്തുനിന്ന്, സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ളത്. ഒരു ബദൽ രാഷ്ട്രീയ നയം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു സർക്കാർ അത്തരം ഇടപെടലുകൾ ഒക്കെ നടത്തുന്ന, കേന്ദ്രത്തിൽ വലിയ സമരങ്ങൾ ഉൾപ്പെടെ കേന്ദ്ര സർക്കാരിനെതിരെ നേരിട്ട് നടത്തിയ സർക്കാരാണ്. ആ സർക്കാരിന്റെ ഭാഗത്തു നിന്നാണ് ഇത്തരത്തിലൊരു തീരുമാനമുണ്ടാകുന്നത്. ഇത് സംഘപരിവാർ ശക്തികളുടെയും കേന്ദ്ര സർക്കാരിന്റെയും ഒക്കെ ഒരു വിജയമായിട്ടാണ് കാണുന്നത്, ആ കേന്ദ്ര സർക്കാരും ഒപ്പം തന്നെ BJPയും ഒക്കെ. കാരണം ഇക്കാര്യത്തിൽ BJPയുടെ പ്രധാനമായ നിലപാട് ഈ PM ശ്രീ പദ്ധതി അവസാനിക്കാൻ ഇനി വെറും ചുരുങ്ങിയ കാലം മാത്രമാണുള്ളത്. 2027 മാർച്ചിൽ ഈ PM ശ്രീ പദ്ധതിയുടെ കാലാവധി അവസാനിക്കാൻ പോവുകയാണ്. അങ്ങനെ ഒരു ഘട്ടത്തിലെങ്കിലും CPM നേതൃത്വം നൽകുന്ന, ഇടതുപക്ഷം നേതൃത്വം നൽകുന്ന ഒരു ഭരണകൂടത്തെ കൊണ്ട് ആ MOയിൽ ഒപ്പിടിപ്പിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് തന്നെയാണ് അവരുടെ വിജയമായി കണക്ക് കൂട്ടുന്നത്. അതുകൊണ്ട് തന്നെ CPIയെ സംബന്ധിച്ചിടത്തോളം ഇക്കാര്യത്തിൽ ഇതൊരു നയപരമായ പ്രശ്നമാണ്, നേരത്തെ മുതൽ ഉയർത്തിപ്പിടിച്ചൊരു വിഷയമാണ്. ആ വിഷയത്തിൽ ഒപ്പുവയ്ക്കും മുമ്പ് തങ്ങളോട് കൂടിയാലോചിച്ചില്ല. നേരത്തെ മന്ത്രിസഭാ യോഗത്തിൽ വന്ന ഘട്ടത്തിൽ പലതവണ അത് എതിർത്തതാണ്. LDFൽ ചർച്ച ചെയ്ത ശേഷം മാത്രമേ തീരുമാനമെടുക്കൂ എന്ന് മുഖ്യമന്ത്രി തന്നെ ഉറപ്പ് നൽകിയതുമാണ്.